ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു റെസിപ്പി പരീക്ഷിക്കാൻ പോവാണ്. സത്യത്തിൽ മസാലയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷമാണ് എനിക്കിങ്ങനെ വീഡിയോ എടുക്കാമെന്നുള്ളൊരു ഐഡിയ വന്നത്. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ചെയ്യുമ്പോൾ കാണിക്കാൻ പറ്റില്ല, ഇനി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറയാം എന്തൊക്കെയാണ് ഈ ചെമ്മീനിൽ മിക്സ് ചെയ്തിട്ടുള്ളത്. അതിനുമുമ്പ് ഈ ഐറ്റത്തിൻ്റെ പേര് പറയാം, ചെമ്മീൻ നിർവാണ. ഇത് ഞാൻ കണ്ടത് നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ ഫേവറേറ്റ് ഡിഷ് എന്നുള്ള രീതിയിൽ ഫേസ്ബുക്കിൽ കണ്ടതാണ്. അപ്പോൾ അവരതിൻ്റെ റെസിപ്പിയും കൂടി അതിൻ്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള സാധനം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ചെമ്മീനിൽ ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, വിനെഗർ, ചെറിയുള്ളി, മല്ലിയില, കറിവേപ്പില, പുതിനയില, ഇതാണ് മസാലയായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വേണമെങ്കിൽ പച്ചമുളക്. ഞാൻ ഇതിൽ കുരുമുളകൊക്കെ ഇട്ടു ഭംഗിക്ക്, അവർ പറഞ്ഞതിനേക്കാൾ എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് വെച്ച് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ചുമ്മാ ഇത് എണ്ണയിൽ വറുത്തെടുക്കുകയാണ്. വറുത്തെടുക്കുക ആ മസാലയടക്കം എണ്ണയിലിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ആ മസാലയും എണ്ണയൊക്കെ ഇങ്ങനെ മിക്സ് ആകുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. മോനെ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുപ്പിച്ചത്. അപ്പോൾ ഏതൊക്കെ ആംഗിളാണെന്നൊന്നും എനിക്ക് ഐഡിയ ഇല്ല. അപ്പോൾ ഇതാ സംഭവം നല്ലവണ്ണം എണ്ണയിൽ ഇങ്ങനെ വറുത്ത് കോരുന്ന പോലെ നമ്മളതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുവാണ്. പക്ഷെ വറുത്ത് കോരി എടുക്കുന്നില്ല, അതിനുള്ളിൽ തന്നെയാണ് ഉള്ളത് ഇപ്പോഴും. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് തേങ്ങ, ഒരു 2 പിടി തേങ്ങയും അതിൻ്റെ അകത്ത് പെരിഞ്ചീരകവും മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്തു. അതായത് കുറച്ച് കട്ടിയിൽ അരക്കണമായിരുന്നു. ഞാൻ അരച്ചപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ആയിപ്പോയി, എന്നാലും ഞാനത് എനിക്ക് പറ്റുന്ന പോലെ അരച്ച് ഫ്രഷ് ആയിട്ടുള്ള ആ തേങ്ങ പാൽ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു. ഈസിയിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പി ആയതുകൊണ്ട് കേട്ടോ ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തു. കുറച്ചൊന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ നമുക്ക് ചേർക്കണം ഇതിൽ. ഇനി ഇതിൽ തേങ്ങാപ്പാലൊക്കെ മിക്സായി കുറുകി വരും, നമുക്ക് എണ്ണയൊക്കെ കുറച്ച് തെളിഞ്ഞ് വരും. അപ്പോൾ അതിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതാ എണ്ണ ചെറുതായി തെളിഞ്ഞ് വരുന്നൊക്കെ ഉണ്ട്. നമ്മുടെ ആംഗിൾ എവിടേക്കാണ് പോകുന്നത്? എൻ്റെ മോൻ ചെയറിൽ കയറി നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ ഔട്ട് ഓഫ് ഫോക്കസ് ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ മല്ലിയില ഇടാം നമുക്കിതിൻ്റെ അകത്ത്. എളുപ്പത്തിൽ കഴിഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ സംഭവം വളരെ എളുപ്പത്തിൽ. തേങ്ങ അരക്കേണ്ട സമയം, മസാല മിക്സ് ചെയ്യേണ്ട സമയം മാത്രമേ ശരിക്കും ഉള്ളൂ. പിന്നെ ഒന്ന് കുറുകി വരേണ്ട സമയം. ഇപ്പോൾ ഇതാ മല്ലിയിലയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കഴിഞ്ഞു കേട്ടോ. സംഭവം വറ്റി വന്നു, സംഭവം റെഡി. ഇതാണ് നമ്മുടെ ചെമ്മീൻ നിർവാണം. എനിക്ക് തോന്നി എന്താ വെച്ചാൽ നമ്മുടെ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നൊരു ടേസ്റ്റില്ല, ആ ടേസ്റ്റൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നിർവാണ റെഡി. സമയമില്ലാത്തപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ വീട്ടിൽ വാങ്ങിയ ദിവസം ഈ ഈസിയർ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു. Wow, this is super.